ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അഥവാ സമ്പൂർണമായൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് 3 വ്യക്തികൾ ദൈവിക ഗുണങ്ങളുള്ളവരായി നമ്മൾ കാണുന്നു. എന്നാൽ അതേസമയം തന്നെ ബൈബിൾ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ദൈവം ഏകൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് 3 വ്യക്തികൾ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ളവരായി കാണുമ്പോൾ ഏകൻ എന്ന ഒരാശയം അതിനോട് ചേർത്ത് വെക്കാനായിട്ട് കഴിയും? ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് അത് വിപരീത ദിശയിലാണല്ലോ പോകുന്നൊരു ചിന്ത നമുക്കുണ്ടാവും. എന്നാൽ ഇതിനെ ക്രോഡീകരിക്കാൻ, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉടലെടുത്തപ്പോൾ അതിനെ ക്രോഡീകരിക്കാൻ, ഇതാണ് ദൈവം, അല്ലെങ്കിൽ 3 വ്യക്തികളോടും ഉള്ളപ്പോൾ തന്നെ ദൈവം ഏകനാണ് എന്നുള്ള ആ സങ്കല്പം ചേർത്തു വെക്കാനായിട്ടാണ് സഭാപിതാക്കന്മാർ, സഭാ കൗൺസിലുകൾ കൂടി തൃത്വം എന്നൊരാശയം ബൈബിളിൽ നിന്ന് തന്നെ അവർ കണ്ടെത്തിയത്. അതിന് കുറെ കൂടെ ഫിലോസഫിക്കലായിട്ടുള്ള, തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു ആശയ രൂപീകരണമാണ് തൃത്വം എന്ന വാക്കിൻ്റെ ഒക്കെ പേരിൽ നമ്മൾ കാണുന്നെങ്കിലും അത് ബൈബിളിൽ അധിഷ്ഠിതമാണ്. 3 വ്യക്തികൾ കൃത്യമായ നിലയിൽ നമ്മൾ കാണുന്നു. എന്നാൽ 3 ദൈവങ്ങൾ നമുക്കില്ല, ഒരു ദൈവമേ ഉള്ളൂ. തൃത്വത്തിന്റെ അടിസ്ഥാന തത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യതിരിക്തരായ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്, ദേ ആർ യുണൈറ്റഡ് ഇൻ വൺ എസൻസ്. ഒരു സത്തയിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ 3 വ്യക്തികൾ എന്നാൽ ഒരു ദൈവം എന്നുള്ള ഒരു സങ്കല്പം അതവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു മർമ്മമാണ്. ഇതിനെ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് അളക്കുവാനായിട്ട് കഴിയില്ല. പക്ഷെ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അത് തന്നെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്ലൂറാലിറ്റി, ഒരു ബഹുവചന രൂപം ദൈവമെന്ന ഏക സങ്കല്പത്തിൽ നമ്മൾ കാണുമ്പോൾ അത് മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട്. ദൈവം സ്നേഹമാണ്. ബൈബിൾ ദൈവത്തിന് കൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിലൂടെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ബൈബിൾ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം ദൈവം സ്നേഹമാണെന്നുള്ളതാണ്. സ്നേഹവാനായ ദൈവം എന്ന സങ്കല്പം ഉണ്ടാകണമെങ്കിൽ സ്നേഹിക്കാൻ ഒരാൾ വേണം, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണം. അപ്പം ദൈവം നിത്യമായി സ്നേഹമാണെങ്കിൽ ദൈവത്തിൽ തന്നെ സ്നേഹിക്കപ്പെടാൻ ഒരാളും സ്നേഹിക്കുന്ന ഒരാളും വേണം. അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏകദൈവത്തിൽ 3 വ്യക്തികൾ പരസ്പര സ്നേഹത്തിൽ, പരസ്പരമായ ഐക്യതയിൽ, പരസ്പരമായ കീഴ്പ്പെടലിൽ നിത്യമായി നിലകൊള്ളുന്നു. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണെന്നുള്ളൊരാശയമാണ് അടുത്തതായി നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവം ക്രിയേറ്ററാണ്, ദൈവം സൃഷ്ടികർത്താവാണ് എന്നുള്ള ആശയം അതിൽ നിന്നാണ് കടന്നു വരുന്നത്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരമായ സ്നേഹത്തിലും ഐക്യത്തിലും ഇങ്ങനെ നിലകൊള്ളുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം അത് അവർക്ക് തന്നെ, അല്ലെങ്കിൽ അതിൽ തന്നെ ഉൾക്കൊള്ളാവുന്ന അധികമാണ്. അത്രത്തോളം സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ദൈവിക ഭാവം, ഒരു മൂർത്തിഭാവമാണ് ദൈവം. ആ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർത്താൻ, വീണ്ടും അധികമായി ഒഴുക്കാൻ ദൈവം സൃഷ്ടിതാവായി മാറുന്നു. ആ സ്നേഹം തൻ്റെ സൃഷ്ടികളിലേക്ക്, കുറെ കൂടെ ആഴമായി പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് ആ സ്നേഹം ദൈവം ഒഴുക്കി വിടുകയാണ്. അപ്പോൾ ദൈവം തൃത്വമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. എന്നാൽ ദൈവം ഏകനാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമാകുന്ന ദൈവം സൃഷ്ടികർത്താവാകുന്നു. ഇതാണ് ബൈബിൾ മുൻപോട്ട് വെക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. 2 തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് ദൈവത്തിനുള്ളത്. ഒന്ന്, ദൈവത്തിന് മാത്രം കൈവശമുള്ള അവകാശം പറയാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ദൈവം സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, അതുപോലെ തന്നെ അവൻ സർവശക്തനാണ്. ഇത് ദൈവത്തിന് മാത്രം അവകാശപ്പെടുന്ന ഗുണങ്ങളാണ്. എന്നാൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ദൈവം മറ്റുള്ളവരിലേക്ക് പകരുന്ന, പ്രത്യേകിച്ച് തൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയായ, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയായ മനുഷ്യനിലേക്ക് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള, പകർന്നിട്ടുള്ള സ്നേഹം, നീതി, ന്യായം, വിശ്വസ്തത, ഇത്തരത്തിലുള്ള ദീർഘക്ഷമ, ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ. അപ്പോൾ 2 തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ ദൈവത്തിനുണ്ട്.
ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഹൗ ഡു വി നോ ഗോഡ്? എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്? ദൈവത്തെ അറിയാൻ ബൈബിൾ പ്രധാനമായിട്ട് മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ, 2 തരത്തിലുള്ള അറിവ് പ്രധാനമായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഒന്ന്, സൃഷ്ടിയിലേക്ക് നോക്കിയാൽ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിലേക്ക് നോക്കിയാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവസങ്കല്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ ബൈബിൾ മുൻപോട്ട് വെക്കുന്ന മറ്റൊരു ആശയം കുറെ കൂടെ വ്യക്തമായൊരു ആഴമായ ഒരു ദൈവിക ദർശനമുണ്ട്. അത് കാണുന്നത് വെളിപ്പാടിലൂടെ ലഭിക്കപ്പെട്ട തിരുവെഴുത്തുകളിലാണ്, ദൈവവചനത്തിലാണ്. അപ്പോൾ സൃഷ്ടിയിലേക്ക് നോക്കിയാൽ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കാണാം, എന്നാൽ അത് ഭാഗികമാണ്. തിരുവെഴുത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം ആരാണ് എന്ന് മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവത്തിലെ ദൈവപുത്രൻ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇൻകാർണേറ്റ് ചെയ്യുമ്പോഴാണ്, തൻ്റെ ജഡാവതാരം സ്വീകരിക്കുമ്പോഴാണ് ദൈവം ആരാണ് എന്ന് മനുഷ്യർ യഥാർത്ഥമായി മനസ്സിലാക്കുന്നത്. ഇപ്പം നേച്ചറിൽ വെളിപ്പെട്ട ദൈവമുണ്ട്, പ്രകൃതിയിൽ വെളിപ്പെട്ട ദൈവമുണ്ട്, ബുക്കിൽ തിരുവെഴുത്തിലൂടെ വെളിപ്പെട്ടൊരു ദൈവമുണ്ട്. എന്നാൽ അതെല്ലാം ഭാഗികമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വരൂപവും സ്നേഹവും അവൻ്റെ സമ്പൂർണതയും ഒക്കെ വെളിപ്പെട്ടത് പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് ദൈവം ആരാണെന്ന്, ദൈവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതിനപ്പുറത്തൊരു വെളിപ്പാടില്ല. പൂർണ്ണമായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ക്രിസ്തുവിലാണ് അടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ക്രിസ്തീയ ദർശനപ്രകാരമുള്ള ദൈവസങ്കല്പമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസം അടിസ്ഥാനമായിരിക്കുന്നത് അവൻ സൃഷ്ടികർത്താവാണ്. കാരണം അവൻ സ്നേഹവാനാ ദൈവമാണ്. സൃഷ്ടി ദൈവത്തിൻ്റെ സ്നേഹം ഒഴുക്കാനുള്ള ഒരു ഇടമായി ദൈവം കണ്ട ഒരു മാർഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രകൃതിയിലൂടെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയും, തിരുവെഴുത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ, ക്രിസ്തുവിനെ കാണുന്ന ഒരാൾക്ക് മാത്രമേ, ക്രിസ്തുവിനെ വിശ്വാസത്തിലൂടെ സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ, അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ യഥാർത്ഥമായി കാണുവാനും അനുഭവിക്കുവാനും കഴിയുള്ളൂ. ആ ക്രിസ്തുവിലേക്ക്, ആ ക്രിസ്തുവിലൂടെയുള്ള ദൈവിക സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവിക ദർശനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവിക സൃഷ്ടിയിലെ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്ന വാക്കിന് വളരാനുള്ളൊരു സാധ്യത എന്നുള്ളൊരർത്ഥവും കൂടെയുണ്ട്.